എവ്രിവൺ. അപ്പോൾ നമ്മുടെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ഇനി നമ്മൾ നോക്കാനായിട്ട് പോണത് ഒരു എസ് എ ക്വസ്റ്റ്യൻ തന്നെയാണ്. എസ് എയിൽ ഒരു തിയറി ചോദിക്കാറുണ്ട്, പ്രോബ്ലം ആയിട്ടല്ല ചോദിക്കണമെങ്കിൽ പോലും തിയറി ആണെങ്കിലും ജേർണൽ എൻട്രീസ് ഒക്കെയാണ് ചോദിക്കാറുള്ളത്. അപ്പോൾ കൂടുതലും ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് ഡൗൺ ദ എൻട്രീസ് ഫോർ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അണ്ടർ സിങ്കിങ് ഫണ്ട് മെത്തേഡ്. അപ്പം നമുക്ക് പല മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഡിബഞ്ചേഴ്സ് എന്ത് ചെയ്യാം, റീപേയ്മെന്റ് ചെയ്യാം അല്ലെങ്കിൽ റിഡംഷൻ ഒക്കെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ സിങ്കിങ് ഫണ്ട് മെത്തേഡ് വെച്ചിട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ജേർണൽ എൻട്രീസ് വരിക, ആ ജേർണൽ എൻട്രീസ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കറിയാം സിങ്കിങ് ഫണ്ട് മെത്തേഡിൽ എങ്ങനെയാണ്, അതായത് ഓരോ വർഷവും നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു സെർട്ടീൻ സം ഓഫ് മണി, നമ്മുടെ പ്രോഫിറ്റിൽ നിന്നുള്ള ഒരു സെർട്ടൈൻ സം ഓഫ് മണി നമ്മൾ എന്ത് ചെയ്യും, മാറ്റിവെക്കും. എന്തിനു വേണ്ടിയിട്ട്, ഗവൺമെൻറ് സെക്യൂരിറ്റീസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഏൺ ചെയ്യുന്ന ഇൻട്രസ്റ്റ് ആണ് നമ്മൾ എല്ലാ വർഷവും എന്ത് ചെയ്യുന്നത്, ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഇയർ, അതായത് നമ്മുടെ ഫസ്റ്റ് ഇയർ എൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ എന്തുണ്ടായിരിക്കും, ഒരു എമൗണ്ട് ഉണ്ടായിരിക്കും അല്ലേ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഒരു എമൗണ്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ആ എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ളതല്ലേ, ആ മാറ്റി വെച്ചിരിക്കുന്നത് എവിടെയാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടത്, നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലാണ്. ഓക്കെ. അപ്പം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന എമൗണ്ട് നമ്മൾ എവിടെ ഡെബിറ്റ് ചെയ്യണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലേക്ക്, സിങ്കിങ് ഫണ്ട് ആയിട്ടല്ലേ അതിനെ മാറ്റുന്നത്, നമ്മുടെ റിഡംഷന് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് എന്ത് ചെയ്യുക, ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാ വർഷത്തിൻ്റെയും അവസാനം നമ്മളൊരു എമൗണ്ട് മാറ്റി വയ്ക്കുകയാണ്, ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ആ എമൗണ്ട് മാറ്റി വയ്ക്കുന്നത് എങ്ങോട്ടായിരിക്കണം, നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ നിന്നാണ് മാറ്റുന്നുണ്ടായിരിക്കുക. എങ്ങോട്ടായിരിക്കും മാറ്റുന്നുണ്ടാവുക, സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലേക്കായിരിക്കും. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ത് ചെയ്യുക, ഡെബിറ്റ് ചെയ്യുക, സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് എന്ത് ചെയ്യുക, ക്രെഡിറ്റ് ചെയ്യുക. ഓക്കെ അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവുക, മാറ്റി വെച്ച എമൗണ്ടിനെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പോവുക. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങടാണ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട്, അതായത് ക്യാഷ് നമ്മുടെ നിന്ന് കുറയാണ്, നമ്മൾ ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യണത്. അപ്പോൾ എന്തിനെ ഡെബിറ്റ് ചെയ്യണം, സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. എന്തിനെ ഡെബിറ്റ് ചെയ്യണം, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു, നമ്മുടെ കയ്യിൽ എമൗണ്ട് ഇരുന്നപ്പോൾ നമ്മൾ അതിനെ ഡെബിറ്റ് ചെയ്തത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലും ക്രെഡിറ്റ് ചെയ്തത് സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലും ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക, നമ്മുടെ ഇയർ എൻഡിൽ നമ്മൾ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും, ക്യാഷ് അക്കൗണ്ട് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യും ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇയറിൻ്റെ എൻഡിലത്തെ സംഭവം കഴിഞ്ഞു. ഈ 2 ജേർണലാട്ടോ നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ അല്ലേ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് നമ്മൾ സെക്കൻഡ് ഇയറിലേക്ക് വന്നു. സെക്കൻഡ് ഇയറും അതുപോലെ തന്നെ സബ്സിക്വൻറ്റ് ഇയേഴ്സ്, എത്ര ഇയേഴ്സ് വേണമെങ്കിലും വരാം. അപ്പോൾ സെക്കൻഡ് ഇയറിൻ്റെ എൻഡിൽ അല്ലെങ്കിൽ സബ്സിക്വൻറ്റ് ഇയറിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, സെക്കൻഡ് ഇയർ ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടൂടാ, ഇൻട്രസ്റ്റ് കിട്ടും അല്ലേ. നമ്മുടെ ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് റിസീവ് ചെയ്യും. അങ്ങനെ ഇൻട്രസ്റ്റ് കിട്ടുമ്പോൾ നമുക്ക് എന്ത് വന്നു, ഇൻട്രസ്റ്റ് ആണ് കിട്ടുന്നത്, നമുക്ക് ക്യാഷ് ആണ് കിട്ടുന്നത്, അല്ലെങ്കിൽ ബാങ്കിലാണ് പൈസ വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മുടെ ക്യാഷ് വന്നു അല്ലെങ്കിൽ ബാങ്കിൽ വരുമ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്യണം അല്ലേ, ക്യാഷിനെ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യാണ് ചെയ്യണം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തു. എന്നിട്ട് എന്തിനെ ക്രെഡിറ്റ് ചെയ്യണം, ഇൻട്രസ്റ്റ് അല്ലേ കിട്ടിയത്, സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് അല്ലേ കിട്ടിയത്. അപ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യാം. നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടി, ക്യാഷ് വന്നുകൊണ്ട് നമ്മൾ ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു, ഇൻട്രസ്റ്റ് ആണ് പോയത് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ആണ് വന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്ത് ചെയ്തടാ, നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. ഇനി നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻട്രസ്റ്റിനെ നമ്മൾ സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പോവാം. നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻട്രസ്റ്റിനെ സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ എന്ത് ചെയ്യണം, ഈ ഒരു സാധനത്തെ നമ്മൾ ക്യാൻസലാക്കി കളയണം. ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിനെ നമ്മൾ ക്യാൻസൽ ആക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി, ഇവിടെ ക്രെഡിറ്റ് അല്ലേ ചെയ്തത്, ഡെബിറ്റ് ചെയ്യാം. ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക. എന്തിലേക്കാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്, സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലേക്കല്ലേ ഇൻട്രസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യണേ. അപ്പോൾ സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് എന്ത് ചെയ്യുക, ക്രെഡിറ്റ് ചെയ്യുക. ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഡെബിറ്റും ചെയ്യുക, സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള ഒരു ഇത് എന്തായി പോയി, അക്കൗണ്ട് ക്യാൻസലായി പോകും കേട്ടോ. ഓക്കെ അല്ലേ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എൻഡായിടാ,
സെക്കൻഡ് ഇയർ അല്ലെങ്കിൽ സബ്സിക്വൻറ്റ് ഇയറിൻ്റെ എൻഡ് ആയില്ലേ. അപ്പോൾ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഇയറിൻ്റെ എൻഡിൽ വന്ന 2 ജേണലില്ലേ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ, അതായത് നമ്മൾ എന്ത് ചെയ്യാണ്, വീണ്ടും ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക, സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്. ഓക്കെ, ഇനി നമ്മുടെ അപ്പോൾ ഫസ്റ്റ് ഇയറിൽ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു, സെക്കൻഡ് ഇയർ ആൻഡ് സബ്സിക്വൻറ്റ് ഇയർസിലെ ജേണൽ എൻട്രി പറഞ്ഞു. ലാസ്റ്റ് ഇയറിൻ്റെ എൻഡ് ആയി എന്ന് വയ്ക്കുക. ലാസ്റ്റ് ഇയറിൻ്റെ എൻഡ് ആകുമ്പോൾ നമുക്ക് എന്ത് വന്നു, ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് റെസിപ്റ്റ് വരും അല്ലേ. റെസിപ്റ്റ് വരുമ്പോൾ എന്താ എൻട്രി വരിക, ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ടു ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് നമുക്ക് റെസിപ്റ്റ് വന്നു എന്ന് വെച്ചാൽ എന്താ, സെക്കൻഡ് ഇയർ അല്ലെങ്കിൽ സബ്സിക്വൻറ്റ് ഇയർ കഴിയുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും. നമ്മൾ ഇവിടെ സെക്കൻഡ് ഇയർ അല്ലെങ്കിൽ സബ്സിക്വൻറ്റ് ഇയറിൽ ഇവിടെ ഇൻട്രസ്റ്റ് വന്നു എന്ന് പറഞ്ഞിട്ട് പഠിച്ച ജേണലില്ലേ, ആ ജേണൽ തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്, എൻഡ് ഓഫ് ലാസ്റ്റ് ഇയറിൽ എഴുതേണ്ടത്. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു, ഇൻട്രസ്റ്റ് ട്രാൻസ്ഫർ ചെയ്തു. ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഈ ഒരു അക്കൗണ്ട് ക്യാൻസൽ ആയിപ്പോയി. ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞതാട്ടാ. പിന്നെ വീണ്ടും നമുക്ക് എന്ത് വന്നു, എൻഡ് ഓഫ് ലാസ്റ്റ് ഇയറിലും നമ്മുടെ ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ച 2 ജേണൽ വരും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ ടു സിങ്കിങ് ഫണ്ട്, പിന്നെ എന്താണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ടു ക്യാഷ്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത്, നമ്മൾ എന്ത് ചെയ്യാണ്, നമുക്ക് അവിടെ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ സെയിൽ വന്നു, നമ്മുടെ കയ്യിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ സെയിൽ ചെയ്യുകയാണെങ്കിൽ എൻട്രി എങ്ങനെ വരാം, സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, ക്യാഷ് കിട്ടി, ബാങ്ക് കിട്ടി. അപ്പം നമ്മൾ ഡെബിറ്റ് ചെയ്യുക ടു സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് കഴിഞ്ഞു. ഇനി സെയിൽ ചെയ്തപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ആണ് വന്നതെങ്കിൽ എന്താ എൻട്രി വരിക, സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ടു സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് വരും. ലോസ് ആണെങ്കിൽ സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് ടു സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് വന്നു. ഓക്കെ, ഇനി നമ്മൾ ഡിബഞ്ചർ ഹോൾഡേഴ്സ്, നമ്മളിവിടെ റിഡംഷൻ ആണ് ചെയ്യണേ, ഡിബഞ്ചേഴ്സ് റിഡംഷൻ ചെയ്യാനാണ് ഇത് ചെയ്യണത്. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, ഡിബഞ്ചർ ഹോൾഡേഴ്സിന് എമൗണ്ട് ഡ്യൂ ഉണ്ടാവും, അതാണല്ലോ നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ എമൗണ്ട് ഡ്യൂ വരുമ്പോഴുള്ള എൻട്രി എന്താ, ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. നമ്മൾ എന്ത് ചെയ്തു, ലാസ്റ്റ് പേയ്മെൻറ്റ് ചെയ്തപ്പോൾ ക്യാഷ് കുറഞ്ഞു, ബാങ്ക് കുറഞ്ഞു, അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു, ഡിബഞ്ചർ ഹോൾഡേഴ്സിനെ ഡെബിറ്റ് ചെയ്തു. ഓക്കെ അല്ലേ. ഇതിൽ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഈ ജേണൽ എഴുതിയാൽ മതി. അതുപോലെ തന്നെ ഇത് നിർബന്ധമാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് ഓൾറെഡി റിപ്പീറ്റേഷൻ വരുന്ന ജേണൽ എൻട്രീസ് ആണ്. ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, ഒന്ന് ഓടിച്ച് വായിച്ച് നോക്കുക, സിമ്പിളാണ് ഈ ജേണൽ എൻട്രീസ് കേട്ടോ. സിങ്കിങ് ഫണ്ട് മെത്തേഡിൽ വരുമ്പോൾ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് വരുമ്പോഴുള്ള ജേണൽ എൻട്രി ഇതൊക്കെയാണ് എഴുതേണ്ടത്. ഓക്കെ അല്ലേ. അപ്പോൾ ഇത് തിയറി ആയിട്ട് ചോദിക്കാം, ജേണൽ എൻട്രീസ് ചോദിച്ചാൽ ഈ ജേണൽ എൻട്രീസ് ഒക്കെ എഴുതി വെക്കുക. ഇനി അതല്ല നമ്മുടെ പ്രോബ്ലം ആയിട്ടാണ് ചോദിക്കണമെങ്കിലും എന്ത് ചെയ്താൽ മതി, ഈ ജേണൽ എഴുതിയിട്ട് ആ തന്നിരിക്കുന്ന എമൗണ്ട് ഒന്ന് ജസ്റ്റ് എമൗണ്ട് കോളത്തിലേക്ക് എഴുതി കൊടുക്കണമെന്നേ ഉള്ളൂ. ഓക്കെ അല്ലേ. അപ്പോൾ ഇത് നോക്കാം കേട്ടോ. സിങ്കിങ് ഫണ്ട് മെത്തേഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ഇമ്പോർട്ടൻറ്റ് വീഡിയോസ് കിട്ടണമെന്നുണ്ട് നമ്മുടെ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട് സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ബാക്കി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് നോക്കാം കേട്ടോ. ഒരു എൻട്രി കൂടി പറയാനുണ്ടായിരുന്നു. നമ്മുടെ ക്രെഡിറ്റ് ബാലൻസ് ആണ് വരണമെങ്കിൽ നമ്മുടെ സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിൽ നമ്മൾ ജനറൽ റിസർവിക്ക് ട്രാൻസ്ഫർ ചെയ്യും. അത് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അറിയാലോ, അതായത് ഏത് അക്കൗണ്ടിലേക്കാണോ ട്രാൻസ്ഫർ ചെയ്യണേ ആ അക്കൗണ്ട് എന്ത് ചെയ്യുക, നമ്മളിപ്പോഴും ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കുക. ഏത് അക്കൗണ്ടിൽ നിന്നാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത് അത് ഡെബിറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ സിങ്കിങ് ഫണ്ടിൽ നിന്ന് ജനറൽ റിസർവിക്കാണ്. അപ്പോൾ എന്ത് ചെയ്യാം, സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് ഡെറ്റർ ടു ജനറൽ റിസർവ് എന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ മതി. ഓക്കെ അല്ലേ. അപ്പോൾ ഓക്കെ ആയെന്ന് വിചാരിക്കണം കേട്ടോ.